എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കെല്ലാം ഇഷ്ടമുള്ള പരിപ്പ് വടയുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ തുവർ ദാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പല ദാല് വെച്ച് പരിപ്പ് വട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിലേറ്റവും ടേസ്റ്റിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ മട്ടറില്ലേ, ഗ്രീൻ പീസിൻ്റെ ദാല്. അതെല്ലായിടത്തും കിട്ടത്തില്ല. അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തുവർ ദാലാണ്. ഈ തുവർ ദാൽ ഞാൻ 4 മണിക്കൂറായിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തോരണം. അല്ലെങ്കിൽ കാര്യം ഇതിനകത്ത് വെള്ളമെല്ലാം നമുക്ക് തോർന്നതിന് ശേഷം വേണം ഇതുണ്ടാക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പം വെള്ളം കൂടിപ്പോയാൽ അതിങ്ങനെ നമുക്ക് ഉരുട്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ ഞാനിതിന് ചേർക്കുന്നത് ചുമന്നുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ നല്ല പച്ചക്കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായം വേണം, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, പിന്നെ 1 ടീസ്പൂൺ ഞാൻ കുരുമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പും. ഈ പരിപ്പ് ഒന്ന് തുവരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തോർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ കപ്പിന്, ഒരു നാഴി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ചെറിയ കപ്പിനുള്ള പരിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് അരയ്ക്കണം. അരയ്ക്കുക എന്ന് പറയുന്നത് ശരിയാണെന്നറിയില്ല, അതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ പരിപ്പിൻ്റെ ഒരു 1/3 ഭാഗം അത് മുഴുവനായിട്ട് ഞാനങ്ങ് മാറ്റി വയ്ക്കും. പിന്നുള്ള പരിപ്പാണ് ഞാൻ അരയ്ക്കുന്നത്. അതിനെ 2ആയിട്ടൊന്ന് തിരിച്ചതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് അരയ്ക്കും, ഒരു ഭാഗം ഒന്ന് ചതച്ചെടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉരുട്ടുമ്പോൾ അത് കയ്യിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടണമെങ്കിൽ അത് ഒരുവിധം നന്നായിട്ട് അരയണം. പക്ഷേ എല്ലാം നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം നമുക്ക് ഒരുവിധം നന്നായിട്ട് അരയ്ക്കണം. അത് നന്നായിട്ട് അരയ്ക്കുമെന്ന് പറഞ്ഞാലും അത് നമ്മൾ പിന്നെ ആ വിപ്പിലിട്ട് ചെയ്താൽ മതി കേട്ടോ. വിപ്പിലിട്ട് നമുക്ക് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള പിന്നെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആവശ്യമുള്ള ആ ഒരു ഇതിൽ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒടുവിൽ ഇത് അരച്ച് കഴിഞ്ഞിട്ട് അത് ഗ്രിപ്പ് കിട്ടുന്നില്ലെങ്കിൽ അത് ഒന്നുകൂടെ എടുത്ത് അതിനകത്തൊന്ന് അരച്ചെടുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെങ്കിൽ ആദ്യം തൊട്ടത് കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ നല്ലത്. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് ഇടാം. ഇനി ഈ 2ാമത്തെ സെക്ഷൻ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് ചതച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ ആ കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാം. 2 നല്ല പച്ച കറിവേപ്പിലയാണ്, അതും കൂടെ ഞാൻ ഇട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പം ഇത് അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഇത് 2ാമത്തെ സെക്ഷൻ നമ്മൾ അരച്ചെടുത്തു. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ അരയ്ക്കാതെ വെച്ചിരിക്കുന്നതല്ലേ ഈ സംഭവം ഇതിനകത്തേക്ക് നമുക്ക് ഇടണം. ഇത് അരച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനം ചേർക്കാനുണ്ട്. ഉരുട്ടിയെടുക്കാം, കണ്ടോ. അപ്പോൾ ഇത് മതി, കറക്റ്റാണിത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ കായം, ഇത് ഞാൻ കുടഞ്ഞങ്ങിടുകയാണ്, നിങ്ങളൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഞാനൊന്ന് അരിഞ്ഞിടുകയാണ്, ഇട്ടു. ഇനി നമുക്ക് ഇതൊരു ടീസ്പൂൺ കുരുമുളകുണ്ട്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരുംജീരകം, ഫെനൽ സീഡാണിത്, ചെറിയ ജീരകമല്ല, അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തു. അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ സംഗതികളെല്ലാം സാധനം ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ. ഉപ്പ് നമ്മളിടാൻ പാടില്ല ഇപ്പം, കാര്യം ഉപ്പിട്ടാൽ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പിടിച്ച് നോക്കുക, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന്. ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാം. ഇനി ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിനകത്തുനിന്ന് ഒരു 1/3 ഭാഗം എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചു, നമുക്കിത് ഉരുട്ടാൻ പറ്റും. അപ്പോൾ ഞാനിതിനെ ഒന്ന് അടച്ച് ഒരു 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടാക്കാം. ഇതിപ്പം ഏകദേശം 1 മണിക്കൂറോളമായി. ഞാനപ്പോൾ ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. നമുക്കിത് ഇനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഇങ്ങനെ അങ്ങനെ നമുക്കിത് എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്കിതിങ്ങനെ ഉരുട്ടി വയ്ക്കാം.
അപ്പം എണ്ണ ചൂടായോന്ന് അറിയാനായിട്ട് നമുക്കൊരു ചെറിയ പരിപ്പൊന്നിട്ട് നോക്കാം. ദാ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിനകത്തേക്ക് വട ഓരോന്ന് ഇടാം. അപ്പം 4 ഞാൻ ഇടുന്നുള്ളൂ. ഇങ്ങനെ മുങ്ങിക്കിടന്നാൽ നല്ലത്, അതല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. മുങ്ങിക്കിടന്നാലും അതൊന്ന് തിരിച്ചിടണം കേട്ടോ. കാരണം ആ ചട്ടിയുടെ അവിടെ നിന്ന് വരുന്ന ചൂടിൻ്റെ അത്രയും വരത്തില്ലല്ലോ മുകളിലത്തെ ചൂട്. അപ്പോൾ അത് ഒരുപോലെ ചുമന്ന് വരാനായിട്ട് ഒന്ന് തിരിച്ചിടണം. എത്രയും മൂക്കണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അത് ഞാനതിങ്ങനെ എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റേ വടകളും സൂക്ഷിച്ചിടണേ. കൈ കൊള്ളാതൊക്കെ ഇടണം. ഞാനിങ്ങനെ ഇതെല്ലാം ഓൾറെഡി പരത്തി വെച്ച് കേട്ടോ, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഏറ്റവും ലാസ്റ്റ് ഒരു 3 കൂടെ ഉള്ളൂ. ഇത് നമുക്കെടുക്കാം. മിനി ഇഡ്ഡലി പോലെ മിനി വട. അപ്പോൾ നല്ല മിനി പരിപ്പ് വട റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഇടണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.